അഗസ്ത്യ വനത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥന് പാമ്പുകടിയേറ്റു എന്നൊരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെ ഷാഡോ പോലീസായ അനീഷിനാണ് പാമ്പുകടിയേറ്റത്. പൊടിയം ഉന്നതിയിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്. നിലവിൽ വനത്തിനുള്ളിൽ നിന്ന് ഈ ഷാഡോ പോലീസിനെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. കിംസ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ആശുപത്രിയിൽ ഇതുവരെ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത്. വനത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ തന്നെ കുറച്ച് ദൂരമുണ്ട്, നടന്നു വേണം പുറത്തേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം എടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് അഗസ്ത്യ വനത്തിനുള്ളിൽ പേപ്പാറ വന്യജീവി സങ്കേതത്തിനുള്ളിലുള്ള പൊടിയം ഉന്നതിയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കുറ്റിച്ചൽ പഞ്ചായത്തിലെ ഏക പോളിംഗ് സ്റ്റേഷനാണ് ഈ പൊടിയം ഉന്നതിയിലുള്ളത്. അവിടെ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി പോയിട്ടുള്ള നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെ ഷാഡോ പോലീസായിട്ടുള്ള അനീഷിനാണ് പാമ്പ് കടിയേറ്റത്. ഇന്ന് അല്പസമയം മുന്നെയാണ് ഈ പാമ്പ് കടിയേറ്റത്. അത് കുളിക്കാൻ ഇപ്പൊ തന്നെ ഒന്നും മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖപ്പെടട്ടെ. ഒന്ന് മനസ്സിലാക്കിക്ക്. അത്രയും അഗസ്ത്യ വനത്തിൻ്റെ ഉള്ളിൽ ഒരു പോളിംഗ് സ്റ്റേഷൻ, ഇത്രയും വോട്ടെടുപ്പുകൾ നടന്നു. ഒന്നുകിൽ അവരെ ഒന്നൊരു സ്ഥലങ്ങളിൽ മാറ്റി പാർപ്പിക്കാനോ ഉള്ള സംവിധാനം ഈ ഗവൺമെൻറ് ഏതെങ്കിലും ചെയ്തോ? ഈ പോലീസുകാരനെ കൊണ്ടുവരാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടുത്തെ രോഗികളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അവിടെ വെച്ച് അവർക്ക് എങ്ങനെ ആ വഴിക്കൂടെ എങ്ങനെ ഒരു പാമ്പൊടി കിട്ടി എങ്ങനെ ആശുപത്രി കൊണ്ടുവരും? എത്ര പിള്ളേരുണ്ടാവും? ഇത് ഏത് പാർട്ടി ഭരിക്കണ, ആര് ഭരിച്ച് ജയിച്ചാലും ഇപ്പോൾ ആ വോട്ടിൽ അവിടെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഏത് പാർട്ടി ജയിച്ചാലും അപ്പോൾ അവരെ വോട്ട് ചെയ്യില്ലായിരിക്കും. എന്തെങ്കിലും ജയിച്ചാലും ദൈവത്തെ ഓർത്ത് അവരവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുക. ആ പാമ്പും കുത്തി, ആ ഉദ്യോഗസ്ഥനെ പാമ്പ് കുത്തി. അപ്പം അവിടെയുള്ള ആളുകളുടെ ഒരു തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി പോയ ഉദ്യോഗസ്ഥനാണെന്ന് നോക്കണം, അങ്ങേർക്ക് പാമ്പടി അടിച്ചു. അപ്പോൾ അവിടെയുള്ള വ്യക്തികൾ, അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഒരു പാമ്പ് കുത്തിയാൽ എങ്ങനെ അറിയണേ? എങ്ങനെ ആശുപത്രി കൊണ്ടുപോകും? എന്നിട്ട് അവിടെ പോയി ഇപ്പോഴും വോട്ട് ചോദിക്കണ്ടല്ലോ, അവിടെ വോട്ട് നടത്തണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് തൊലി ഒരിഞ്ഞുകൊണ്ട്. ആര് ഭരിച്ചാലും അവിടെയുള്ള ആ വ്യക്തികളെ, ആ പഞ്ചായത്തിലുള്ള ആൾക്കാർ ദൈവത്തെ ഓർത്ത് എവിടെയെങ്കിലും നഗരങ്ങളിലേക്ക് ഒന്ന് സ്ഥലങ്ങളൊക്കെ മേടിച്ച് അവിടെ ഒരു സുരക്ഷിതമായിട്ടുള്ള ജോലി കൊടുത്തോ, അവർക്ക് അവിടെ ഒരു ജോലി ഏർപ്പാടാക്കി അവിടെ കൊടുക്കുക. ഈ കാട്ടിലൊക്കെ ഇപ്പോൾ കാട്ടാന ശല്യം, വേറെ മൃഗങ്ങളുടെ ശല്യങ്ങൾ വേറെ ഉണ്ടാവും. ഈ പാമ്പൊടിയൊക്കെ ആയിട്ട് അവരുടെ ജീവിതം എത്ര സുരക്ഷിതമല്ലെന്ന് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ. തീർച്ചയായും അവിടെയുള്ള ഏത് പാർട്ടി ഇനി ജയിച്ചാലും അവിടെ അവരൊന്ന് മാറ്റി താമസിപ്പിക്കാം.